വധശ്രമ കേസിൽ കോടതി ശിക്ഷിച്ചയാൾ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹി. പയ്യന്നൂരിലെ വി.കെ. നിഷാദിനെ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായാണ് തീരുമാനിച്ചത്. സി.കെ. വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. കണ്ണൂരിൽ നിന്ന് സി.കെ., മറ്റാരുമില്ലാഞ്ഞിട്ടാണോ? ഏതായാലും ഇത്തരത്തിലുള്ള കേസുകളോ ശിക്ഷയോ അതുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളോ ഒന്നും തന്നെ ഡിവൈഎഫ്ഐയെ സംഘടനാപരമായി ബാധിക്കുന്നില്ല. കാരണം അവർ വീണ്ടും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, പയ്യന്നൂർ മണ്ഡലം ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട നന്ദകുമാർ എന്ന് പറയുന്നയാൾ ഇതേ രീതിയിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ കണ്ണൂർ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചിരിക്കുന്നു. ആ സമ്മേളനത്തിൽ മുഹമ്മദ് അഫ്സലിനെ സെക്രട്ടറിയായും കെ അനുശ്രീയെ, നേരത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ അനുശ്രീയെ ജില്ലാ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ആ കമ്മിറ്റിയിലാണ് ഇപ്പോൾ വി.കെ. നിഷാദ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വി.കെ. നിഷാദിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാം. വി.കെ. നിഷാദ് ഈ കേസിൽ, അതായത് വി.കെ. നിഷാദ് നേരത്തെ കോടതി ശിക്ഷിക്കപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. 20 വർഷം ശിക്ഷിക്കപ്പെട്ട കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തെ തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഈ വി.കെ. നിഷാദിനെ വൈസ് പ്രസിഡന്റായി, ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതും. നേരത്തെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയായിരുന്നു. പക്ഷേ അതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും കാര്യമില്ല എന്ന രീതിയിൽ ഇപ്പോൾ ഭാരവാഹിയായി നിഷാദിനെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ശരി, സി.കെ. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.